ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം പോകുന്നതായ കാര്യം മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ അതിൻ്റെ 16 വരെയുള്ളതായ വേദഭാഗമാണ്. Mark chapter 10 verse 13 through 16. You can read from here, or you can read from the Bible. ആമേൻ. ആ ഭാഗം ഒന്ന് നമുക്ക് ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കാമോ? ഫ്ലിപ്പ് ഉണ്ടോ കയ്യിൽ? ഫ്ലിപ്പ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് മതി. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. അവിടെ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത്, പീപ്പിൾ were bringing little children to Jesus to have him touch them. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, ശിഷ്യന്മാരോ അതിനെ ശാസിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ഇവിടെ നിങ്ങൾക്കത് വായിക്കാമോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അവിടെ വായിക്കാൻ പറ്റുന്നതായ കാര്യം ഇതാണ്: പാരൻസ് ഷുഡ് ബ്രിങ് ദെയർ ചിൽഡ്രൻ ടു ജീസസ്. ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ, പ്രത്യേകിച്ച് മക്കൾ യഹോവ നൽകുന്ന ദാനവും ഉദരബലം കർത്താവ് നൽകുന്ന പ്രതിഫലവുമാകുന്നു. അപ്പോൾ നാം ദൈവത്തിൻ്റെതായ സന്നിധിയിൽ കടന്നു വന്ന് ദൈവമക്കളായിരിക്കുന്നതായ നമുക്ക്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഓർക്കേണ്ടതായ ഒരു കാര്യം, as the children of God, as the families of God, hallelujah, when we receive, hallelujah, the children in our families, we have to bring them to the presence of God. Hallelujah. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളായിരിക്കുന്നതായ നമുക്ക് പലപ്പോഴും വേണ്ടുന്നതായ നിലയിൽ, നമ്മുടെ ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, വേണ്ടുന്നതായ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാറുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? നമ്മൾ ഈ അക്കാഡമിക് ലൈഫ്, അല്ലെങ്കിൽ അവരുടെ സ്കൂൾ ലൈഫ്, അല്ലെങ്കിൽ കോളേജ് ലൈഫ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ്, അല്ലെങ്കിൽ അക്കാഡമിക്കിൽ ഉള്ളതായ കാര്യം, അല്ലെങ്കിൽ സ്പിരിച്വൽ സൺഡേ സ്കൂളിൻ്റെ കാര്യം ഒന്ന് നമ്മൾ കമ്പയർ ചെയ്താൽ, ഇതിനെ ത്രാസിലൊന്ന് ബാലൻസ് വെച്ച് നോക്കിയാൽ, ഇവർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ പഠിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഏതിനാ പ്രയോറിറ്റി കൊടുക്കുന്നത്? നിങ്ങൾ മറുപടി പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കള്ളമായിരിക്കും പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മറുപടി പറയണ്ട. പക്ഷെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും ദൈവികമായ കാര്യങ്ങൾക്ക് നമ്മൾ വളരെ വളരെ ലീസ്റ്റ് ആയിട്ടുള്ളതായ ഇമ്പോർട്ടൻസ്, വി ഗീവ് ഓൺലി ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ദി heavenly things or godly things or biblical things, only least important. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു പൈതൽ നമ്മുടെ അടുക്കൽ കടന്നു വന്നിട്ട് ബിബ്ലിക്കലായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തിയോളജിക്കൽ പരമായിട്ട് നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളോട് തന്നെ ചോദിച്ചു കാണും, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കാമോ? നീ വളരുമ്പോൾ അതൊക്കെ മനസ്സിലാക്കുമെന്ന്, നീ പഠിക്കേണ്ടത് പഠിച്ചാൽ മതി എന്നല്ലേ പറയത്തുള്ളൂ. നീ വളരുമ്പോൾ അതൊക്കെ പഠിച്ചോളൂ.
നീ ഇപ്പം ഇതൊന്നും കൊണ്ട് വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ നീ സ്കൂളിൽ പോവുക, പഠിക്കുക, അസൈൻമെൻറ്റ് ചെയ്യുക, ഗ്രേഡ് വാങ്ങിക്കുക, നന്നായിട്ട് പാസ്സാകുക. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ നമുക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ദൈവാത്മാവ് എന്ന് ഹല്ലേലൂയ എന്നോടും നിങ്ങളോടും പറയുന്നതായ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്നതായ പൈതങ്ങളെ നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ തൽപരരായിരിക്കണം. We have to have an interest. Hallelujah. Amen. Priority to teach the spiritual things, the spiritual principles, the fundamental doctrines to our children. Praise the Lord. We have to bring them. Hallelujah. ഇന്ന് ഞാൻ അവിടെ വായിക്കുന്നതായ വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഇങ്ങനെയാണ്. Parents brought their children to Jesus desiring his blessing. This act reflects their faith and recognition of Jesus as a source of spiritual blessing. Hallelujah. Today the parents must take an active role in guiding their children to know, love and follow Jesus. Hallelujah. So now as a parents we are the steward. Hallelujah. ദൈവം നമ്മെ ഹല്ലേലൂയ കുടുംബത്തിൻ്റെ കാര്യസ്ഥന്മാരാക്കിയിരിക്കുകയാണ്. It is our responsibility. Hallelujah. It is your responsibility. It is my responsibility. Hallelujah. That I have to, you have to bring your children. You have to, hallelujah, you have to bring them up, hallelujah, with the wisdom and knowledge. Hallelujah. With the, hallelujah, amen, with the spiritual standard. Hallelujah. അവരെ ആത്മീയമായ നിലയിൽ ആത്മീയമായ ആ നിലവാരത്തോടു കൂടെ വളർത്തിക്കൊണ്ട് വരേണ്ടുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഒരിക്കലും കുറച്ച് കാണരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയാം അത് ഞാനിത് പറയുമ്പോൾ ആ പാസ്റ്റർക്ക് അവിടെ നിന്നോട്ട് സ്റ്റേജ് കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്ന് ചിലപ്പോൾ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. ഹല്ലേലൂയ. ജോലി വേണമെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഗ്രാജുവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഡിഗ്രി വേണം, അല്ലെങ്കിൽ പഠനം വേണം. ഇതൊന്നും ഞാൻ എതിരല്ല. ഐ ആം നോട്ട് അഗൈൻസ്റ്റ് ഇറ്റ്. Praise the Lord. We have to have job. We need to have work. We need to have, hallelujah, education. We need to graduate from college and postgraduate, whatever the degree you can get. That's very good. Hallelujah. But the priority should be the heavenly things. The priority should be the spiritual things. Seek first the kingdom of God. Seek first the kingdom of God and his righteousness. Hallelujah. All the things that you needed in your lives. Hallelujah. You don't have to, I believe, you don't have to go after it. That will come after you. Praise the Lord. Hallelujah. You don't have to go after it. Hallelujah. But the things he's supposed to do, hallelujah, you just go ahead and do it. Hallelujah. Hallelujah. You have to prioritize, hallelujah, your life. Hallelujah. Number one, hallelujah, should be, hallelujah, the spiritual things. Praise the Lord. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിയിട്ടാണ് ഹല്ലേലൂയ ഇവിടെ അതായത് പാരൻസ് ഹല്ലേലൂയ മാതാപിതാക്കൾ യേശു കടന്നു വന്നിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത്. Praise the Lord. ഹല്ലേലൂയ. അടുത്തത് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ ആമേൻ അതായത് biblical example of we can see it hallelujah from the Old Testament. എന്താണ് നമുക്കാണ് ഹന്നായെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഹന്ന, പ്രൈസ് ദി ലോർഡ്. ഹന്ന പ്രേയർ ഫോർ എ സൺ പ്രോമിസിംഗ് ടു ഡെഡിക്കേറ്റ് ഹിം ടു ഗാഡ്. നമ്മളത് കാണുന്നുണ്ടല്ലോ. നമുക്കറിയാം വലിയ അത് നമുക്ക് നമ്മുടെ മുമ്പിൽ സമയം അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നില്ല. ഹന്നയെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ അവൾക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലാതിരുന്നതായ സമയത്ത് she was barren. Hallelujah. And she prayed for a son. Hallelujah. According to the promise of God, according to the faithfulness of God, God has given her a son. Praise the Lord. That son is called, hallelujah, Samuel.
Praise the Lord. Samuel, hallelujah, when she got Samuel, or another word, hallelujah, when she got this baby, praise the Lord, she brought that baby to the temple of God. ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെങ്കിൽ ഇവിടെ അതുപോലെ ഞാൻ കൊണ്ടുവരണമെന്നല്ല പറയുന്നത്. ഹന്നയെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുവന്നിട്ട് പിന്നെ ദേവാലയത്തിൽ തന്നെ വിട്ടേച്ചങ്ങ് പോകുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. Hallelujah. എന്ന് പറഞ്ഞാൽ hallelujah, completely she completely dedicated her son, hallelujah, to the temple of God. Hallelujah. നമുക്ക് അങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം കഴിയില്ലെങ്കിലും hallelujah, ദൈവജനമേ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുമോ? ഞാനിവിടെ പറയപ്പെടുന്നത്, ഇവിടെ നടക്കാൻ പോകുന്നത് ഡെഡിക്കേഷനെ കുറിച്ചല്ല പറയുന്നത്. hallelujah, in our prayer, in our service, in our day-to-day life, hallelujah, do we have that kind of attitude of submitting ourselves, our children, our family, dedicating our family, our children in the presence of God for the glory of God? Hallelujah. അത് നമുക്ക് ആവശ്യമുള്ളതായ കാര്യമാണ്. Hallelujah. Because hallelujah, God answered her prayer. She brought that child to the presence of God, to the temple of God. അവിടെ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, hallelujah, at a young age, hallelujah, she brought that baby, that son in the presence of God. Hallelujah. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ. ദൈവം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുടുംബവും നമുക്ക് തന്നിരിക്കുന്നതായ ഹല്ലേലൂയ നമ്മുടേതായ കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, എല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. We have to remember everything is the gift of God. Everything, our family, our spouses, our children, hallelujah, everything is a gift of God. Hallelujah. അതുകൊണ്ട് hallelujah, നമ്മളൊന്നും കൊണ്ടുവന്നതല്ല. നമ്മളെപ്പോഴും കൂടെ പറയാറ്, അമേരിക്കയിൽ വന്നവരൊക്കെ പറയാറുള്ളത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാനൊരു 20 രൂപ ഡോളറുമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. 20 രൂപ ഡോളർ. ഞാനും വന്നപ്പോൾ $20 മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളൊക്കെ വന്നപ്പോൾ ചിലപ്പോൾ ആയിരക്കണക്കിനൊക്കെ കൊണ്ടുവന്ന് കാണും. $10, $8. എനിവേ, ഞാൻ വന്നപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് $20. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഹല്ലേലൂയ, നമ്മൾ കൊണ്ടുവന്നത് അത് ഒന്ന് പറയുവാൻ തക്കവണ്ണം we don't have anything much, hallelujah, to claim upon. Hallelujah. എന്നാൽ everything is the gift of God. ഹല്ലേലൂയ. നമ്മുടെ ഫാമിലി, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്കുള്ളതായ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമുക്ക് we need to have a mindset of dedicating our whole thing in the presence of God. Praise the Lord. ഹല്ലേലൂയ. അതാണ് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവിടെ നമ്മൾ അടുത്ത് വായിക്കുന്നത്, അടുത്തതായ സ്ലൈഡിൽ പറയുന്നത്, hindering children from coming to Jesus is a serious matter. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. ആമേൻ. അവിടെ നമ്മൾ വായിക്കുന്നത്, ആമേൻ, that 14th verse, he says, when Jesus saw this, he was indignant. ഹല്ലേലൂയ. യേശു അത് കണ്ടാറേ മുഷിഞ്ഞ അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. Hallelujah. You have to remember, if you are hindering, hallelujah, if you are blocking, if you are standing in the middle of these children and God, you are making a serious mistake in your life. Praise the Lord. Hallelujah. ദൈവമായ കർത്താവിന് അവർക്കുള്ള ടാലന്റുകൾ ഉപയോഗിക്കുവാൻ തക്കവണ്ണം അതിനെ നിങ്ങൾ അനുവദിക്കാതെ, പ്രൈസ് ദി ലോർഡ്, ഞാനൊന്ന് ഡീറ്റെയിൽ, അതായത് ഒന്ന് മറിച്ച് പറയട്ടെ. മാതാപിതാക്കളായി ഇവിടെ ശിഷ്യന്മാരെയാണ് നമ്മൾ വായിച്ചത്. The ശിഷ്യന്മാർ, they were, I mean standing as a hindrance.
Hallelujah. I mean, as a parents, we have to remember the parents many times they are standing as a block. Hallelujah. In between our children and God and godly things. And we know they have, talented. They have a lot of potential in their life. Hallelujah. Though you know about your children, hallelujah, you are standing in the middle of them. Hallelujah. Blocking them to come forward. Hallelujah. Blocking them, hallelujah, to be used in the presence of God. Praise the Lord. Let me tell you today, hallelujah, this is very serious thing. Jesus was indignant. കർത്താവ് അവരെ നോക്കിയിട്ട് എന്താ പറയുന്നത്? എന്താ ചെയ്തത്? അവിടെ വായിക്കുന്നത് കർത്താവ് അവരെ നോക്കിയിട്ട് മുഷിഞ്ഞു എന്ന് പറഞ്ഞാൽ, hallelujah, he was upset, he was mad. അങ്ങനെ നമുക്ക് പറയാം അല്ലേ? ഹല്ലേലൂയ. ദൈവജനമേ, നാം ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടേതായ ടാലന്റുകൾ, അവരുടേതായ കഴിവുകൾ, ഹല്ലേലൂയ, അവർ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവർ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിനെതിരെ നിന്നുകൊണ്ട്, ഹല്ലേലൂയ, നിനക്ക് സമയമായിട്ടില്ല, നീ ഇച്ചിരൂടെ വരട്ടെ, നിനക്ക് ഇച്ചിരൂടെ സമയമുണ്ട് എന്ന് പറഞ്ഞ് അവരെ ബ്ലോക്ക് ചെയ്ത് അവസാനം അവർ പിന്നെ ഇങ്ങനെ പോകുകയാണെങ്കിൽ ദേവാലയത്തിൽ പോലും വരാത്ത അവസ്ഥയിലേക്ക് മാറും. So it is a very serious thing. നമ്മളിത് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, യേശു അത് കണ്ടാറേ മുഷിഞ്ഞിട്ട് പറയുകയാണ്, let them come. കർത്താവ് അവരോട് പറഞ്ഞത് അങ്ങനെയാണ്. Hallelujah. The disciples tried to prevent the children from coming to Jesus, thinking he was too busy. However, Jesus rebuked them and expressed his displeasure. Hindering children today might look like neglecting their spiritual growth or setting a poor example. What kind of example we are setting in front of our children? Praise the Lord. Hallelujah. So, നമുക്ക് അധികം സമയമില്ലല്ലോ. അത് അടുത്തതായ വഴിയിലേക്ക്, അടുത്തതായ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകട്ടെ. ഹല്ലേലൂയ. biblical example of Eli. നമുക്കറിയാം, ഏലി അതായത് പുരോഹിതനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെതായ മക്കളെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് അവിടെ പോകുവാൻ തക്കവണ്ണം നമുക്ക് സമയമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ കാര്യമാണ്. So it is written in the Old Testament about the children of the priest Eli. Hallelujah. അദ്ദേഹത്തിൻ്റെതായ മകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, Eli, hallelujah, though a priest failed to correct his son and guide them in God's ways, hallelujah, and that because of the reason Eli's son engaged in sinful behavior, disrespecting their priestly duties, hallelujah, then we know the rest of the story. നമുക്കറിയാം എന്താണ് അവർക്ക് പറ്റിയത്. ഹല്ലേലൂയ. അവരെല്ലാം പട്ടുപോയത്. ഹല്ലേലൂയ. They all were killed. ഹല്ലേലൂയ. എന്താ അതിൻ്റെ കാര്യം? ഹല്ലേലൂയ. ദൈവമായി ശരിക്കും പറഞ്ഞാൽ ഏലി പ്രവാചകനും ശേഷം, ഹല്ലേലൂയ, അടുത്ത ശുശ്രൂഷ ചെയ്യേണ്ടവരാണ് ആര്? അവരുടെ മക്കൾ. They supposed to be in the same position. So they're supposed to do the priestly ministries after the time of Eli, his father, or their father. Praise the Lord. Hallelujah. Because he neglected to correct them. Neglect, or they avoided, correcting them. Hallelujah. And that is the only one reason they went away from the presence of God. They stood against all priestly, rituals and everything. Hallelujah. And they destroyed, they perished in the presence of God. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ദൈവജനമേ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് അവനെ വിട്ടു മാറുകയില്ല. Hallelujah. We supposed to, hallelujah, dedicate them. We need to guide them, hallelujah, the way they're supposed to go.
Hallelujah. We have to, direct them. We have to guide them the way they're supposed to go. When we say they're supposed to go means, according to the light of the word. Hallelujah. With the guidance of the word of God, with the guidance of the doctrine that we receive from the New Testament. Hallelujah. From the Bible. And we have to support, we have to bring them up. Hallelujah. The way they're supposed to go. Hallelujah. Amen. Hallelujah. If they are growing with that kind of hallelujah attitude or mindset, hallelujah, they will never depart from it. Even if they are getting old, they will never depart from it. ഹല്ലേലൂയ. അതാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. കുഞ്ഞുങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതായിരിക്കും ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അവരുടേതായ പ്രത്യേകത എന്താണ്? അവരുടെ ക്വാളിറ്റി എന്താണ്? കുഞ്ഞുങ്ങളുടേതായ പ്രത്യേകത ഞാനിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നതായ ഒന്നാമത്തെ കാര്യം ഹ്യൂമിലിറ്റി. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്നുണ്ട് വിനയമുള്ളവരാണ്, ഹ്യൂമിലിറ്റി ഉള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് പറയുന്നത് ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം they have a trust. Hallelujah. They trust parents. They trust uncles and aunties. They trust pastors. They trust the elders. They trust, hallelujah, whoever, come across their life, they trust in them and blindly, കണ്ണടച്ചവരെ അവർ വിശ്വസിക്കും. അതാണ് കുഞ്ഞുങ്ങളുടേതായ പ്രത്യേകത. ഹല്ലേലൂയ. നമുക്ക് അതായത് പ്രായമായ നമ്മെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെപ്പോലെ നമുക്ക് വിശ്വസിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് ആശ്രയിക്കുവാൻ തക്കവണ്ണം കഴിയുമ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? നമ്മുടെ ബുദ്ധി ഉപയോഗിക്കും, അല്ലേ? ഒരാൾ, ഞാൻ തന്നെ ഇവിടെ ഒന്നുകൊണ്ട് ദൈവവചനം ഇങ്ങനെ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാസ്റ്റർ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ യുക്തി ഉപയോഗിക്കും, അല്ലേ? വി സ്റ്റാർട്ടഡ് യൂസ് അവർ ലോജിക്, our knowledge, our own wisdom, our own experiences. Hallelujah. We like to compare with that. Hallelujah. എന്നാൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരോടൊരു കാര്യം പറഞ്ഞാൽ അവർ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കും, അല്ലേ? അവർ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കും. പിന്നെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഹല്ലേലൂയ, അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്ന മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ എന്താണ് അടുത്ത പറയുന്നത്? അവരെ ആശ്രയിക്കുന്നവരാണ്. ഹല്ലേലൂയ. അവിടെ കൊടുക്കപ്പെട്ടതായ കാര്യം എന്ന് ചോദിച്ചാൽ അവിടെ ഒരു നമ്മുടെ ബുക്കിൻ്റെതായ ഒരു സ്റ്റാക്കാണ് അവിടെ കൊടുത്തു വെച്ചേക്കുന്നത്. നേരെ നിൽക്കുന്നതായ ഒരു ബുക്കിനോട് ചേർന്ന് ലീൻ ചെയ്താണ് അടുത്ത ബുക്ക് നിൽക്കുന്നത്, അല്ലേ? അവിടെ നിൽക്കുന്നത്. Hallelujah. That's a stack of a book. We can see the first book is standing straight, but the second book is leaning towards the first one. Hallelujah. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അതിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. Praise the Lord. Hallelujah. Amen. Hallelujah. നമ്മുടെ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരെപ്പോഴും ഹല്ലേലൂയ മാതാപിതാക്കളെ ആശ്രയിക്കുന്നവരാണ്, അല്ലേ? Even for the feeding, hallelujah, they are depending upon parents. Hallelujah. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ ഒന്നാണ് നാം ദൈവത്തെ എപ്പോഴും ആശ്രയിക്കുന്നവരായിരിക്കണം. Praise the Lord. അത് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതായ കാര്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ദൈവത്തെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുവാനായിട്ടുള്ള ഒരു നല്ല മനസ്സ് എപ്പോഴും ഉണ്ടാകണം. Praise the Lord. അടുത്ത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. ഇന്നസെൻസ്, നിഷ്കളങ്കരാണ് കുഞ്ഞുങ്ങൾ. അവരാരാണ്? നിഷ്കളങ്കരാണ്. ഇന്നസെന്റ്. ഹല്ലേലൂയ. They keep their innocence always. അവരെ നമ്മൾ ഹല്ലേലൂയ ഏത് കാര്യം പറഞ്ഞാൽ അതുപോലെ അത് വിശ്വസിക്കുകയും, അത് മാത്രമല്ല അവർ നിഷ്കളങ്കരാണ്. ഹല്ലേലൂയ. അവരെ വകതിരിവ് പ്രാപിച്ച് കടന്നു വന്നുവെങ്കിൽ അവർ പിന്നീടാണ് ഹല്ലേലൂയ അവര് നിഷ്കളങ്കം അവരിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ദൈവജനമേ, ഇന്ന് പൽക്കാലം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് നിങ്ങളോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ
പ്രധാനമായ വിഷയമെന്നത് ചോദിച്ചാൽ, ഹല്ലേലൂയ, കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നതായ ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഹല്ലേലൂയ, അനേക കാര്യങ്ങൾ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മുന്നോട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഡേവിഡ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. I mean, though he was the youngest in his family, hallelujah, he kept a very close relationship, an intimate relationship with our sovereign God, the Almighty God. Hallelujah. And that is the reason he was anointed by the Almighty God as the King of Israel. Hallelujah. And that is the only one reason when he saw the giant Goliath, hallelujah, he said, with the help of my God, hallelujah, I will go and defeat him. Praise the Lord. Hallelujah. എന്താണ് എൻ്റെ കാര്യം? So he kept a very close relationship with our God. Praise the Lord. If you are keeping children, let me tell you, hallelujah, children, those who are going to school and college, let me tell all of you, hallelujah, keep a very close relationship with our Almighty God. No matter whatever the situation we face, hallelujah, God will strengthen you, hallelujah, to face the difficulties. Praise the Lord. Hallelujah. Amen. I mean, whatever the giants we are going to face in the coming days, with the help of God, let me tell you, let me urge every one of you today, hallelujah, if you go with this anointing, praise the Lord, if you go with like David, he went, hallelujah, he saw that giant was standing there like a huge person. Hallelujah. Amen. But he compared that huge personality with Almighty God. ദൈവവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവന് മനസ്സിലായി, amen, giant Goliath is nothing before Almighty God. Dear children, dear youngsters, let me tell you today, hallelujah, keep a very close relationship with God. Hallelujah. When you go to school, when you are in school, when you are in playground, hallelujah, when you interact with your friends, hallelujah, always remember this in your mind. I am a child of God. I am a child of God. Praise the Lord. The things they might do, hallelujah, you may not be able to do because you are the child of God. We used to sing, right? The things I used to do, I do them no more. The places I used to go, I go there no more. Hallelujah. Since I was born. Praise the Lord. Hallelujah. Keep that special relationship with our God. Praise the Lord. Hallelujah. ഇന്ന് വൽക്കാലം, hallelujah, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. എന്നാൽ അടുത്തത് നമ്മൾ വായിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, കർത്താവ് അങ്ങനെ പറഞ്ഞിട്ട് അവിടെ ചെയ്തത് എന്താണ്? ജീസസ്, hallelujah, blessed, amen, all the children, hallelujah, who are brought to him. Jesus blesses all the children, hallelujah. അവൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നതായ എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, our children, they need blessing from God. Our children, they need a special touch from God. How many of you believe it? How many of you pray for it? Hallelujah. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, hallelujah, ഒരു പ്രത്യേകമായ സ്പർശനം ആവശ്യമാണ്. ദൈവികമായ സ്പർശനം ആവശ്യമാണ്. I mean, like I said last night, we are living in a wicked world. I mean, Lord of things are wickedness are going all around in our life, in our day-to-day life all around us. Hallelujah. But remember, hallelujah, even in the midst of them, hallelujah, to lead an acceptable life in the presence of God, they need a special touch from God. ദൈവത്തിൽ നിന്ന് hallelujah, special touch. When you are touched by God, hallelujah, you will never be a failure in this world. Remember this. If you are getting a touch from the Lord,
Hallelujah. If you are keeping a very close relationship with our God, you will never become a failure in this world. Hallelujah. God will strengthen you. God will anoint you. God will equip you. God will prepare you. Hallelujah. And the things that you needed in your lives, God will give all the things at the due time. At the right time. Praise the Lord. So no matter whatever the things that you are going to face the days to come, or months or years to come, hallelujah, remember this thing. You have to have the blessings of God with you. Praise the Lord. Hallelujah. കർത്താവ് തൻ്റെ അടുക്കലേക്ക് വന്നവരെയെല്ലാം കർത്താവ് അല്ലെങ്കിൽ ഇനിയും സ്ലൈഡുണ്ട്. അല്ലെങ്കിൽ ഞാനിവിടെ നിർത്തുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമേ, നമുക്ക് ഒരു മിനിറ്റ് ഇതെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് പൽക്കാലം ലെറ്റ്സ് ഓൾ സ്റ്റാൻഡ് അപ്പ് ടുഗദർ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണല്ലോ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ നമ്മൾ ഈ രാജ്യത്തിൽ വന്നിട്ട് ഹല്ലേലൂയ കുറേ ഹല്ലേലൂയ സമ്പാദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നടത്തുന്നുണ്ട്, അവർക്ക് അത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ എല്ലാം നല്ല കാര്യമാണ്. വി ഹാവ് ടു ഡു എവറിത്തിങ്. ഹല്ലേലൂയ. എന്നാൽ ദൈവമായി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പാസ്റ്റർ ഫിന്നിയുടേതായ കുഞ്ഞിനെ പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം പോവുകയാണ്. എന്നാൽ അതിനു മുമ്പേ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ എല്ലാ കുടുംബങ്ങളിലെയും നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം നമ്മുടെ മനസ്സിൽ കൈ കൊണ്ടുവന്നിട്ട് ലെറ്റ്സ് ബ്രിങ് all of them in our hallelujah in our thing, in our thoughts. Hallelujah. നമുക്ക് അവരെ എല്ലാം ഇന്ന് പൽക്കാലം കർത്താവേ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയും? നമ്മുടേതായ ചിൽഡ്രൻ, അവർ ഗ്രാൻഡ് ചിൽഡ്രൻ, ഹല്ലേലൂയ, എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമ്മുടേതായ ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പേരക്കുട്ടികളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയുമോ? ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ ദൈവികമായ സ്പർശനം ആവശ്യമാണ്. കർത്താവേ ദൈവമേ, ഇന്ന് പൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ദൈവപാദപിടുത്തങ്ങളിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളെ കേൾപ്പിച്ചതായ വചനത്തിനായി സ്തോത്രം. കർത്താവേ, അവരെ ദൈവകൃപയിൽ നിലനിർത്തുവാൻ, ദൈവകൃപയിൽ ഗൈഡ് ചെയ്യുവാൻ കർത്താവ് മുതിർന്ന ശേഷവും ഹല്ലേലൂയ അവർക്ക് വേണ്ടുന്നതായ നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ ദൈവമേ അവിടുന്ന് കൃപ നൽകേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പുത്രനെ മഹത്വപ്പെടുത്തിയാട്ട് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗീയ പിതാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം.